കൈതക്കാട് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം തുടങ്ങി. കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ മെമ്പർ ജയകുമാർ എരുമേലി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കൈതക്കാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കരയോഗ അംഗം വാലേത്ത് പി ഹരിയുടെ ഭവനത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. രാമായണം ഭാരതത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു ക്ലാസിക് ഇതിഹാസമാണ്. ഒരു മനുഷ്യന് എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒന്ന്. പക്ഷേ അതിന് വേണ്ടത്ര അതിൻ്റെ ഉദ്ദേശം സാധിക്കുന്ന രീതിയിലാണോ അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു സന്ദേഹമുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, മറ്റൊരു മനുഷ്യനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഏത് സന്ദർഭങ്ങളെയും എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചു പോകുന്ന ഒരു മഹത് ഗ്രന്ഥമാണ്. അപ്പൊ രാമൻ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയിരിക്കുന്ന ഒത്തിരി സന്ദേശങ്ങളുണ്ട്. അവയെല്ലാം നമുക്കും സ്വാംശീകരിക്കാം. കരയോഗം സെക്രട്ടറി MG പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് KK പ്രഭാകരൻ കുന്നാരി അധ്യക്ഷത വഹിച്ചു. കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ മെമ്പർ ജയകുമാർ എരുമേലി ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ സംഘടിപ്പിച്ച ഈ ആത്മീയ ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു സാംസ്കാരിക യജ്ഞം കൂടിയാണ് ഈ രാമായണ പാരായണം. അത് നമുക്ക് ഇനി വരുന്ന തലമുറയിലേക്ക്, അല്ലെങ്കിൽ വരുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെ പറ്റിയൊരു സദസ്സും വേദിയുമാണ് ഈ രാമായണ പാരായണം. രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് സത്യം, ധർമ്മം, ദയ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളെ രാമായണം അല്ലെങ്കിൽ രാമായണ ഗ്രന്ഥത്തിൽ കൂടി നമ്മെ പഠിപ്പിച്ചെടുക്കുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിൽ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു പാഠമാക്കി മാറ്റിയാൽ നമ്മുടെ ഈ പൈതൃകവും സംസ്കാരവും എല്ലാം നമുക്ക് ഇതിൽ കൂടി വളർത്തിയെടുക്കാൻ സാധിക്കും. ഭഗവാൻ ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ്റെ ജീവിതം തന്നെയാണ്. ആ ജീവിത ശൈലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ തന്നെ വ്യക്തിത്വവും, അതുപോലെ തന്നെ നമുക്ക് സഹജീവിയോടുള്ള സഹവർത്തിത്വവും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങൾക്കും തമ്മിലുള്ള അടുപ്പവും ഇഴയും ഒക്കെ നമുക്ക് അടുപ്പിക്കാൻ സാധിക്കും. അതാണ് ഭഗവാൻ ശ്രീരാമന്റെ ജീവിതം തന്നെ. കൈതക്കാട് കരയോഗം മുൻ പ്രസിഡന്റ് ND ഗോപാലകൃഷ്ണ മേനോൻ, KK പ്രഭാകരൻ, മോഹനൻ വാലേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ഭവനങ്ങളിലും വച്ച് ഇങ്ങനെ രാമായണം വായിക്കാനുള്ള തീരുമാനമെടുത്തു. ഏതായാലും കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായിട്ട് എല്ലാവരും മിക്കവാറും സ്ഥലത്തൊക്കെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കത് നടത്താൻ സാധിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ആ കാര്യങ്ങൾ എല്ലാവരും സഹകരിക്കുകയും ചെയ്തു. ഈ വർഷവും നമ്മൾ ആദ്യം തുടങ്ങി. ഏതായാലും ഇത്രയും ആളുകൾ വന്നെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നമ്മൾ പണ്ട് ഇപ്പോൾ രാമായണം മാസം ആരംഭിച്ചപ്പോൾ തന്നെ ഇപ്പോൾ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ടല്ലോ. വാട്സപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, എങ്ങനെ വായിക്കണം, ഏതിൽ വായിക്കണം, എവിടെ നിർത്തണം എന്ന് വേണ്ട എല്ലാവരും ഉപദേശകരായിട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചേക്കണ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പരസ്പര സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ, അല്പം ആർദ്രത, കരുണം. പണ്ട് ഒരു കവി പാടിയിട്ടില്ലേ, ദയ പോയി, ദാക്ഷിണ്യം പോയി, ലോഹ്യം പോയി, മര്യാദ പോയി, ബാക്കി വല്ലതുമുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദ്യം. ബാക്കി വല്ലതുമുണ്ടോ? അയൽപക്കമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഈ കഴിഞ്ഞ ഒരു വർഷം രാമായണ മാസം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഒരു പക്ഷേ എല്ലാവരും അയൽവക്കത്തുള്ളവരൊക്കെ പരസ്പരം തോന്നുന്നുണ്ടാവും. അത് കഴിഞ്ഞത് ഇപ്പോഴാണ് വേണത്. നമ്മൾ അയൽവക്കത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ട്? പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുക, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് സാധനങ്ങൾ തീരുമ്പോൾ ഉപ്പ്, മുളക്, പഞ്ചസാര എന്ന് വേണ്ട ഏത് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാലും അത് തീരുമ്പോൾ ഓടി അയൽവക്കത്തേക്കാണ് പോണേ, അല്ലേ? അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറിയതിനനുസരിച്ച് ആളുകൾക്ക് പരസ്പരം ബന്ധങ്ങളില്ലാതെ
150ഓളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവാ ചെന്നു വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ഡാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരാതീരം പ്രാപിച്ചു ദേവാമുനി മാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നോ പത്മലോചനനായ പത്മനാഭനെ മോദാൽ. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.